സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വിശുദ്ധ വാതിൽ ഔദ്യോഗികമായി അടച്ച് മുദ്രവെച്ചു. ഇതോടെ പ്രത്യാശയുടെ ജൂബിലി വർഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ പൂർത്തിയായി. ജനുവരി 6-ന് ലയോ 14 മാർപ്പാപ്പ ഈ വിശുദ്ധ വാതിൽ അടച്ചിരുന്നു. ഇതിന് പിന്നാലെ ജനുവരി 16-ന് വൈകുന്നേരം നടന്ന സവിശേഷമായ ചടങ്ങിലൂടെയാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വിശുദ്ധ വാതിൽ പൂർണ്ണമായും അടച്ച് മുദ്രവെച്ചത്. പ്രത്യാശയുടെ ജൂബിലി വർഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് വത്തിക്കാനിലെ ബസിലിക്കകളിലെ വിശുദ്ധ വാതിലുകളിൽ അവസാനത്തേതായ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വിശുദ്ധ വാതിൽ ഔദ്യോഗികമായി അടച്ച് മുദ്രവെച്ചത്. ഇതോടെ ജൂബിലി ഓഫ് ഹോപ്പിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ പൂർത്തിയായി. ജനുവരി 6-ന് ലയോ 14 മാർപ്പാപ്പ ഈ വിശുദ്ധ വാതിൽ അടച്ചിരുന്നു. ഇതിന് പിന്നാലെ ജനുവരി 16-ന് വൈകുന്നേരം നടന്ന സവിശേഷമായ ചടങ്ങിലൂടെയാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വിശുദ്ധ വാതിൽ പൂർണ്ണമായും അടച്ച് മുദ്രവെച്ചത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ആർച്ച് പ്രീസ്റ്റ് കർദിനാൾ മൗറോ ഗാംബെറ്റി, വത്തിക്കാൻ ലിറ്റർജി മാസ്റ്റർ ആർച്ച് ബിഷപ്പ് ഡിയേഗോ ജിയോവാനി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ബസിലിക്കയുടെ ഉള്ളിൽ വിശുദ്ധ വാതിലിന് പിന്നിലായി സാംപിയാട്രിനി എന്നറിയപ്പെടുന്ന വത്തിക്കാനിലെ ആശാരിമാരും കരകൗശല വിദഗ്ധർ, ഇലക്ട്രീഷ്യൻസ് എന്നിവർ ചേർന്ന സംഘം ഏകദേശം 3200 ഇഷ്ടികകൾ ഉപയോഗിച്ച് വിശുദ്ധ വാതിലുകൾ മുദ്രവയ്ക്കുന്നതിന്റെ ഭാഗമായി ഒരു മതിൽ നിർമ്മിച്ചിരുന്നു. ഈ മതിലിനുള്ളിൽ വെങ്കലത്തിൽ നിർമ്മിച്ച ഒരു പേടകത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും ലയോ 14 മാർപ്പാപ്പയുടെയും ഔദ്യോഗിക ചിഹ്നങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ വർഷത്തിന്റെ ഓർമ്മയ്ക്കായി ജൂബിലി ഉദ്ഘാടന സമാപന രേഖകൾ ലയോ 14 മാർപ്പാപ്പയുടെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും ഭരണകാലത്തെ മെഡലുകൾ, നാണയങ്ങൾ എന്നിവ ഈ പേടകത്തിൽ നിക്ഷേപിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കേന ന്യൂസ്.